ലൈവ് ന്യൂസ് പുതുക്കാട്. വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയ 2 ടൺ വിത്ത് മുളച്ചില്ല. വരന്തരപ്പിള്ളി കരയാമ്പാടത്തെ കർഷകർ പ്രതിസന്ധിയിൽ. എടത്തിരുത്തിയിലെ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയ 2 ടൺ നെൽവിത്താണ് മുളയ്ക്കാതെ പോയത്. മുളയ്ക്കാത്ത വിത്ത് വരന്തരപ്പിള്ളി കരയാമ്പാടം പാടശേഖരത്തിലെ കർഷകരെ കണ്ണീര് കുടിപ്പിക്കുന്നു. ഇത് വിരിപ്പ് കൃഷിയാണ്. ഒന്നാം പൂവ്. ഈ വിരിപ്പ് കൃഷി ഞങ്ങൾക്ക് വിത്ത് കൃഷിഭവനിൽ നിന്ന് കിട്ടാറ്. എല്ലാ കൊല്ലവും കൃഷിഭവനിൽ നിന്ന് തന്നെ കിട്ടാറ്. ഒരു കൊല്ലം ഞങ്ങൾക്ക് വിത്ത് പറിച്ചിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഈ കൊല്ലം അങ്ങനെ പറിച്ചിരിക്കുന്നത്. ഇത് വിത്ത് വളരെ മോശം വിത്തായിരുന്നു. കൊണ്ടപ്പോൾ തന്നെ ഇടത്തിരുത്തി നിന്നാണ് കൊണ്ടുന്നത്. ഇതിന് ബീജാങ്കര ശേഷി ഇല്ലാത്ത വിത്താണ്. ഈ വിത്ത് ഞങ്ങൾ ചാക്ക് പൊട്ടിച്ച് നോക്കിയപ്പോൾ 20% അരിയാണ്. അതിൽ 10% പതിരാണ്. പിന്നെ ഉള്ള ശതമാനം ഉള്ളതിൽ കുറെ പ്ലാസ്റ്റിക്കുള്ള നെൽമണികളാണ്. പിന്നെ വളരെ ചെറിയൊരു ശതമാനമാണ് മുളച്ചത്. അതിനാണ് ഞാൻ മുളയ്ക്ക് ബീജാങ്കര ശേഷിയില്ല. ഞങ്ങൾ പൊട്ടിച്ച് വരുത്തി നോക്കിയപ്പോൾ മനസ്സിലാക്കും. അപ്പൊ തന്നെ റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ട് ചെയ്തതിന്റെ വെളിച്ചത്തില് അവരൊരു 9 ചാക്ക് ഇതേ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ 9 ചാക്ക് വിത്ത് ഇറക്കി കോടശ്ശേരിയിൽ നിന്ന്. ആ 9 ചാക്ക് നല്ല വിത്തുകളായിരുന്നു. അതിൽ നിന്നേക്ക് വീണ്ടും എനിക്കൊരു 15 കിലോ വിത്ത് തന്നു. അത് ഞാൻ അവിടെ വിതച്ച് നല്ല പാകമായി നിൽക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒരു പ്രയോജനം. കർഷകരൊക്കെ ഈ പറഞ്ഞ പോലെ ട്രാക്ടർ അടിച്ച് 2000, 3000 ഒക്കെ 4000 ഒക്കെ കൊടുത്ത് കലക്കി വിതച്ച് അപ്പോഴാണ് അറിയണേ ഇത് നമുക്ക് പറ്റില്ല എന്നുള്ളത്. നിലം പറിച്ചു. ഇവരോട് കംപ്ലൈന്റ് ചെയ്തു. ഇവര് വന്ന് നോക്കി. അവര് പറഞ്ഞു ഞങ്ങള് വിത്ത് ഓർഡർ ചെയ്തു, വിത്ത് വന്നു, വിതച്ചു. ഇനി രണ്ടാമതും ഞങ്ങൾ ഓർഡർ ചെയ്യാം. ഇതൊക്കെ ഞങ്ങൾക്ക് പറ്റുള്ളൂ, അല്ലാതെ ഞങ്ങൾക്കൊന്നും പറ്റില്ല എന്ന് അവര് വന്ന് പറഞ്ഞു. ഓഫീസർമാര് പല പ്രാവശ്യം വന്നു. അവർ പ്രത്യേകം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ വഴിമുട്ടി നിൽക്കുക. ഒരു സീസൺ നഷ്ടമാകുന്നതിന് പുറമെ നിലമൊരുക്കാൻ ചെലവിട്ട 8.4 ലക്ഷം രൂപയും വെള്ളത്തിലായി. വിതച്ച വിത്ത് തിരികെ കൊണ്ടുവന്നാൽ പകരം വിത്ത് നൽകാമെന്ന് പറഞ്ഞ് കൈമലർത്തുകയാണ് കൃഷിവകുപ്പ് അധികൃതർ. വരന്തരപ്പിള്ളി കൃഷിഭവനിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് 30 കിലോഗ്രാമിന്റെ 69 ചാക്ക് ജ്യോതി വിത്ത് വാങ്ങിയത്. 100 ഏക്കർ പാടശേഖരത്തിലെ 70 ഏക്കറിൽ വിരിപ്പ് കൃഷി ഇറക്കി. 20% വിത്ത് മാത്രമാണ് മുളച്ചത്. സാമ്പിൾ വിതച്ചത് മുളച്ച ധൈര്യത്തിലാണ് വാങ്ങിയതെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ പറഞ്ഞു. ഇപ്രാവശ്യം വിത്ത് ഞങ്ങൾ വാങ്ങിയത് സംസ്ഥാന സീഡ് അതോറിറ്റിയുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് സംസ്ഥാനത്തിന്റെ കീഴിൽ നടത്തുന്ന വിത്തുൽപാദന കേന്ദ്രം എടത്തിരുത്തി നിന്നാണ് നമ്മൾ വിത്ത് വരുത്തിയത്. ഏകദേശം ഒരു 69 ചാക്കോളം 30 കിലോന്റെ ബാഗ് ഞങ്ങൾ വരുത്തിയിരുന്നു. ആദ്യം ഞങ്ങളത് കുറച്ചെടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ദൈവത്തിന് വലിയ കുഴപ്പം കണ്ടില്ല. അത്യാവശ്യം നല്ല മുളകുണ്ട്. ആ കണ്ട വെളിച്ചത്തിൽ നമ്മൾ കർഷകർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. പക്ഷെ കർഷകർക്ക് പിന്നെയുള്ള ചാക്കുകളൊക്കെ വളരെ മോശമായിരുന്നു. വിത്തെടുത്ത് ഒരു ദിവസം വെള്ളത്തിലിട്ട് വരുമ്പോൾ തന്നെ ചീഞ്ഞ മണക്കാണ് വന്നിരുന്നത്. അത് എന്നാലും കർഷകർ നോക്കി ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ച് കൃഷിയിടത്തിൽ വിളവിറക്കുകയും ചെയ്തു. പക്ഷെ 25% പോലും മുളക് വന്നില്ല. അങ്ങനെ കർഷകർ വളരെ ദുരിതത്തിലാണ്. അത് വിതച്ച് കഴിഞ്ഞിട്ട് 6 ദിവസം 7 ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് ഇതിന്റെ റിസൾട്ട് അറിയണത്. റിസൾട്ട് അറിഞ്ഞപ്പോൾ അതിന്റെ അവസ്ഥ ഇതാണ്. ആ സമയത്ത് അവർ വന്ന് വിത്ത് തന്നാൽ മാറ്റി തരാന്ന്. ആ സമയത്ത് അവിടെ നിന്ന് വിത്ത് കൊടുക്കാൻ പറ്റണ അങ്ങനെയുള്ള ഒരു അവസ്ഥയായി പോയി. നമ്മുടെ കരയാമ്പാടം പാടശേഖരത്തിൽ ശരിക്കും പറഞ്ഞാൽ 128 കർഷകരാണ് ഉള്ളത്. ഭൂരിഭാഗം കർഷകരും ഈ കൃഷിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഇങ്ങനെ ഒരു അബദ്ധം ആരുടെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിൽ ഉണ്ടായെന്നുണ്ടെങ്കിൽ അതിനി ഇനി ആവർത്തിക്കാതിരിക്കാനും ഒപ്പം ഇപ്പൊ സംഭവിച്ചിട്ടുള്ള കർഷകർക്ക് സംഭവിച്ചിട്ടുള്ള നഷ്ടത്തിന് എന്തെങ്കിലും ഒരു മേൽനടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ഒപ്പം 2 മാസം മുൻപ് കൊണ്ടുപോയിട്ടുള്ള നെല്ലിന്റെ പൈസ കൂടി കിട്ടാനുണ്ട്. അതും ഇതുവരെ കിട്ടിയിട്ടില്ല. ഏപ്രിൽ 14 കൊണ്ടുപോയതാണ്. അത് ഇതുവരെ കിട്ടിയിട്ടില്ല. നമുക്ക് 2 മാസം കഴിഞ്ഞു. അതും കൂടിയും കിട്ടിയാൽ കർഷകർക്ക് കുറച്ചും കൂടിയും കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരിക്കും. മുണ്ടകൻ കൊയ്ത്തിൽ നിന്നുള്ള 40 ടൺ നെല്ലിന്റെ പണം 2 മാസമായിട്ടും കർഷകർക്ക് കിട്ടിയിട്ടില്ല. കടം വാങ്ങിയാണ് വിരിപ്പ് കൃഷിക്ക് നിലമൊരുക്കിയത്. ഞങ്ങൾ ഈ വിരിപ്പ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഈ വരന്തരപ്പള്ളി പഞ്ചായത്തിലെ കരയാമ്പാടം കർഷക സമിതിയുടെ കീഴിലുള്ള ഒരു 118 കർഷകര് ഇപ്പോൾ ഞങ്ങൾക്ക് കൃഷിഭവൻ മുഖാന്തരം കുറച്ച് നെൽവിത്ത് ജ്യോതി നെൽവിത്ത് തന്നു. ആ നെൽവിത്ത് 20% അതിൽ മുളയുള്ളൂ. 80% അതിന് മുളയില്ലാണ്ട് ഞങ്ങൾ കർഷകർ ഭയങ്കര ദുരിതത്തിലാണ്.
എല്ലാ പണിയും കഴിഞ്ഞ് വെച്ചിറക്കി അത് മുളയ്ക്കാണ്ട് വന്നപ്പോൾ ഭീമമായ നഷ്ടം കർഷകർക്ക് വന്ന് അവർ വിഷമിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് ആ കൃഷിഭവന്റെ ഓഫീസറെ ഞങ്ങൾ കൊണ്ടുവന്ന് കാണിക്കുകയും അവരോട് ഇതിന്റെ സത്യാവസ്ഥ പറഞ്ഞു കൊടുക്കുകയും ചെയ്തപ്പോൾ അവർക്ക് നിവൃത്തിയൊന്നുമില്ല. ഞങ്ങൾക്ക് ആ വിത്ത് തിരിച്ചു തന്നിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് അതിന് പകരം വിത്ത് നിങ്ങൾക്ക് തരുമായിരുന്നു. ഇപ്പോൾ അതിന് മാർഗമില്ലാത്ത കാരണം ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാൻ ഇല്ല എന്ന ഒരു സന്ദേശമാണ് അവർ തരണത്. പക്ഷെ ഞങ്ങൾക്ക് ആ സന്ദേശത്തിനോട് ഞങ്ങൾക്ക് മുഴുവൻ യോജിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇതിന് നഷ്ടം വന്ന കാശ് ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾക്ക് തന്നേ പറ്റൂ. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും ഇത് ദുരിതത്തിൽ ഞങ്ങൾ വീണ്ടും വീഴാൻ പോവാണ്. കാരണം ഞങ്ങൾക്കിത് വീണ്ടും കൃഷി ഇറക്കണമെങ്കിൽ 50 രൂപ കൊടുത്തിട്ടാണ് ഇപ്പൊ ഞങ്ങൾ ബ്ലാക്കിൽ ഈ വിത്ത് വാങ്ങുന്നത്. അതും കിട്ടാനില്ല. എല്ലാ കർഷകർക്കും ഇപ്പോഴും കിട്ടിയിട്ടില്ല. കിട്ടിയ കർഷകർക്ക് തന്നെ കിട്ടിയത് 50 രൂപ ഇതിന് വിലയുണ്ട്. ആ വില ഞങ്ങൾ ട്രാവലിംഗ് ചാർജ് കൊടുത്ത് കൊണ്ടുവന്ന് ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ഇതിപ്പോൾ ഞങ്ങൾ അത് മുളപ്പിച്ച് അതിനെ 100% ഞങ്ങൾക്ക് അതിൻ്റെ മുള കിട്ടിയ വിത്താണ് ഇത് ഈ കാണുന്നത്. കാണിച്ചോ, 100% ഇത് നെൽവിത്തല്ല. നെല്ല് കഞ്ഞി കുടിക്കാൻ വെച്ചിരുന്ന ആളുടെ ഇന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണ്. ആ നെല്ലാണ് ഈ മുളച്ച് നിൽക്കുന്നത്. അത്രയും പോലും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് തന്ന വിത്തിന് മുളയില്ലാതെ പോയി. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇനി വെല്ല് കൊടുത്തതിന്റെ പൈസയൊന്നും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയില്ല. കിട്ടാത്ത ഒരുപാട് കർഷകർ ഇവിടെ ബാക്കിയുണ്ട്. ഞങ്ങളെ കർഷകരെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് ഈ താഴ്ന്നു കിടക്കണ ഞങ്ങളെ ഏറ്റവും ഉയർച്ചയിലേക്ക് കൊണ്ടുവരണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് നിങ്ങളോട്. ലൈവ് ന്യൂസ് പുതുക്കാട്. വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ? അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ? വരൂ, നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം. ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ. ലൈവ് ന്യൂസ്, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. വാർത്തകളും അറിയിപ്പുകളും 8301 80 90 39 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക.